നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇത്തവണ കൊല്ലത്തെ നെടുമ്പനയിലെ വൃദ്ധി ഫാമിലേക്കാണ് ഹരിതം സുന്ദരം യാത്ര പോകുന്നത്. ഗിരീഷും ദിനേശും സഹോദരങ്ങൾ. അവർ ഒരുമിക്കുമ്പോൾ കൊല്ലത്ത് നെടുമ്പനയിൽ വൃദ്ധി ഫാം ജനിക്കുന്നു. പത്തോളം പൈക്കള വെച്ചുകൊണ്ട് നടത്തുന്ന ക്ഷീരസംരംഭം പൂർണ്ണമായും യന്ത്രവൽകൃത സംവിധാനങ്ങൾ, അനുബന്ധ മേഖലകളായ പുൽകൃഷി ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും. കൊല്ലത്തെ നെടുമ്പനയിലെ വൃദ്ധി ഫാമിൽ നിന്നും പശു വളർത്തൽ സംരംഭത്തെക്കുറിച്ചുള്ള കാഴ്ചകൾ ഇപ്പോൾ കാണാം. ഹരിതം സുന്ദരം. കൊല്ലത്ത് നെടുമ്പനയിലെ വൃദ്ധി ഫാം. വൃദ്ധി എന്നാൽ അഭിവൃദ്ധി എന്നാണ് അർത്ഥം. ആ വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് അനുദിനം പുരോഗമിക്കുന്നുണ്ട് വൃദ്ധി ഫാം. കൃത്യമായി പറഞ്ഞാൽ 8 വർഷം മുമ്പായിരുന്നു ഫാമിൻ്റെ പിറവി. സഹോദരങ്ങളായ ഗിരീഷും ദിനേശുമാണ് ഫാമിൻ്റെ നായകർ. ഗിരീഷാകട്ടെ ഡ്രൈവിംഗ് സ്കൂൾ രംഗത്തു നിന്നും വന്നയാൾ, ദിനേശാകട്ടെ ഗൾഫിലെ എഞ്ചിനീയർ. അവർ ഒന്നു ചേർന്നപ്പോൾ ഒരു നല്ല ഫാമിൻ്റെ പിറവിക്കായി നെടുമ്പന ഉണർന്നു. കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ പശുക്കളുടെ ഫാമിനെ സ്വാധീനിക്കുന്നില്ല. ഇനി അന്താരാഷ്ട്ര വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ ഒട്ടും അതിനെ ഏശാറില്ല. പാൽ കറന്ന് പുറത്തെത്തിക്കുകയേ വേണ്ടൂ, അപ്പോൾ തന്നെ ആവശ്യക്കാരെത്തും. അതായിരുന്നു ഫാം പിറവിയിൽ ഗിരീഷിൻ്റെയും ദിനേശിൻ്റെയും ലക്ഷ്യം. നെടുമ്പനയിൽ സ്വന്തമായുള്ള 1.5 ഏക്കർ സ്ഥലത്താണ് വൃദ്ധി ഫാം ഒരുങ്ങിയത്. അതിന് ആദ്യം നേതൃത്വം നൽകിയത് എഞ്ചിനീയറായ ദിനേശ് തന്നെയായിരുന്നു. എഞ്ചിനീയറിംഗിൻ്റെ കണിശം ദിനേശ് കൃത്യമായി ഫാമിൽ പ്രയോഗിച്ചു. 1.5 ഏക്കർ വരുന്ന പറമ്പിൻ്റെ ഒരോരം ചേർന്ന് 20 മീറ്റർ നീളത്തിലും 10 മീറ്റർ വീതിയിലും ഫാമിൻ്റെ കൂടാരം പണിതു. വശങ്ങളൊന്നും മറച്ചിട്ടില്ല എന്നതാണ് ഒരു മേന്മ. പ്രാണവായു അനായാസേന ഫാമിലേക്കൊഴുകും. 21 അടി ഉയരത്തിലാണ് മേൽക്കൂര. അതുകൊണ്ട് തന്നെ അത് ചൂട് താഴേക്ക് വമിപ്പിക്കുന്നില്ല. ഫൈബർ കോട്ടഡ് ടിൻ ഷീറ്റയാണ് അതിൻ്റെ മേലാപ്പ്. GI പൈപ്പുകളിലും സ്ക്വയർ ട്യൂബുകളിലും താങ്ങി അത് 21 അടി ഉയരെ നിൽക്കും. മറ്റൊന്നുകൂടിയുണ്ട്, ഫുൾ മോണിറ്റർ സംവിധാനം. അതായത് ഉഷ്ണവായുവിനെയും ഉച്ഛ്വാസവായുവിനെയും പുറത്തേക്ക് മുകളിലേക്ക് തള്ളി പുറന്തള്ളും. എന്നാൽ മഴവെള്ളം ഫാമിനുള്ളിലേക്ക് വീഴുകയുമില്ല. ഫുൾ മോണിറ്റർ സംവിധാനം വന്നതോടെ അകത്ത് അതൊരു ശീതീകരിച്ച അവസ്ഥ സൃഷ്ടിക്കും. പോരാത്തതിന് പങ്കകൾ എങ്ങുമുണ്ട്. പങ്കകളുടെ വിന്യാസം കൃത്യമായ സ്ഥാനം നോക്കിയാണ്. അക്കാര്യത്തിൽ ദിനേശിൻ്റെ കണിശത മുന്നിലുണ്ട്. സദാ ചലിക്കുന്ന പങ്കകൾ വായുവിനെ എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. വൈകുന്നേരം എത്തിയാൽ പ്രകാശമുണ്ട്. എല്ലാം LED ലൈറ്റുകൾ. ഉറച്ച കോൺക്രീറ്റ് തറയിലാണ് അവരുടെ വാസം. വിദേശ രക്തമുള്ള പൈക്കളുടെ കുളമ്പ് കേക്ക് പോലെയാണ്. എവിടെയെങ്കിലും തട്ടിയാൽ അത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തറയിൽ റബ്ബർ മാറ്റുകൾ വിരിച്ച് എല്ലാം ഭദ്രമാക്കി. ചെറുഫാമിലായാലും വലിയ ഫാമിലായാലും പൈക്കൾ തമ്മിൽ മുട്ടി ഗുസ്തി കൂടുന്നതാണ് മറ്റൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ സെപ്പറേറ്ററും ക്യൂബിക്കിളും പ്രത്യേകം തയ്യാറാക്കി. ഉയർന്ന കറവയുള്ള പൈക്കൾ എപ്പോഴും ക്യൂബിക്കിളിലാണ് നിൽക്കുക. 24 പൈക്കൾക്ക് ഒരേ സമയം പാർക്കാവുന്നതാണ് ഗിരീഷിൻ്റെ കൂടാരം. അതുതന്നെ വാലോട് വാല് ക്രമീകരണത്തിൽ പൈക്കളെ നിർത്താം. പുറത്തെവിടെയും പച്ചപ്പിൻ്റെ മനോഹാരിതയുണ്ട്. പച്ചപ്പിനെ തഴുകിയെത്തുന്ന കാറ്റ് തൊഴുത്തിലൂടെ എപ്പോഴും ഒഴുകും. പൈക്കുട്ടികൾക്കായി പ്രത്യേക ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. ജനിച്ച അന്നു മുതൽ 6 മാസം വരെ അവർക്ക് അവിടെയാണ് വാസം. തൊഴുത്തിൽ വീഴുന്ന വളവും മറ്റും മാലിന്യങ്ങളും അപ്പോൾ തന്നെ നീക്കാൻ സംവിധാനമുണ്ട്. തൊഴുത്ത് കഴുകുന്ന വെള്ളവും മൂത്രവുമൊക്കെ സ്ലറി ടാങ്കിലാണ് എത്തുക. അത് അവിടെ നിന്നും പമ്പ് ചെയ്ത് നേരെ പുൽത്തോട്ടത്തിൽ എത്തിക്കും. പാലുള്ള പൈക്കൾക്ക് ദിനവും 50 ലിറ്ററോളം ശുദ്ധജലം വേണം. എന്നാൽ അതൊന്നും മനുഷ്യനിയന്ത്രിത സംവിധാനമല്ല. സ്വയം നിയന്ത്രിത പാനപാത്രങ്ങൾ പൈക്കളുടെ മുന്നിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ആവശ്യമുള്ളപ്പോൾ വെള്ളം മോന്താം. പൈക്കളുടെ ഫാം പൂർണ്ണമായും യന്ത്രവൽകൃതമാകണം എന്ന നിർബന്ധമുണ്ട് ഗിരീഷിന്. അതുകൊണ്ട് തന്നെ പാൽക്കറവ യന്ത്രം, പുൽമുറിക്കൽ യന്ത്രം ഇവയൊക്കെ നേരത്തെ തന്നെ സജ്ജമാക്കി.
കാലിത്തീറ്റ പാലളവനുസരിച്ച് കണക്ക് കൂട്ടി നൽകാൻ ഗിരീഷിന് ബിരുദുണ്ട്. ബക്കറ്റുകളിലാണ് കാലിത്തീറ്റ നിയന്ത്രിച്ചു വയ്ക്കുക. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഫീഡ്സിൻ്റെ കാലിത്തീറ്റയാണ് പൈക്കൾക്ക് നൽകുക. 1 ലിറ്റർ പാലിന് 400 ഗ്രാം എന്നതാണ് കണക്ക്. കാലിത്തീറ്റയ്ക്ക് പുറമെ മേമ്പൊടിയായ ചില തീറ്റകൾ കൂടി ഗിരീഷിൻ്റെ പക്കലുണ്ട്. പരുത്തി പിണ്ണാക്ക്, ചോളപ്പൊടി, ഉഴുന്നുതൊലി എന്നിവയാണ് അവ. പശു വളർത്തലിൽ അനുബന്ധ മേഖലയായ തീറ്റപ്പുൽ കൃഷി കൂടി വികസിപ്പിക്കണം എന്ന നിർബന്ധമുണ്ട് ഗിരീഷിന്. അതുകൊണ്ട് തന്നെ 1 ഏക്കർ പറമ്പിൽ വിശാലമായ തീറ്റപ്പുൽ കൃഷിയുണ്ട്. സൂപ്പർ നേപ്പിയറും റെഡ് നേപ്പിയറുമാണ് പ്രധാന തീറ്റപ്പുൽ ഇനങ്ങൾ. ടില്ലറുകൾ ഉപയോഗിച്ച് എഞ്ചിനീയറായ ദിനേശ് തന്നെയാണ് പുൽകൃഷിക്കുള്ള നിലം ഭദ്രമാക്കുന്നത്. സൂപ്പർ നേപ്പിയർ 1-ാം തരം തീറ്റയാണ്. ഓരോ 45-ാം പക്കവും കൊയ്തെടുക്കാം. പ്രതിവർഷം 6 വിളവെടുപ്പെങ്കിലും സാധ്യമാകും. റെഡ് നേപ്പിയറാണ് മറ്റൊരു താരം. നാരിൻ്റെയും മാംസ്യത്തിൻ്റെയും മൂലകങ്ങളുടെയും അളവ് കൂടുതലാണ് റെഡ് നേപ്പിയറിൽ. പശുക്കളുടെ എണ്ണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ 15 ലിറ്റർ പാൽ കിട്ടുന്ന പശുവുണ്ട്, 8 ലിറ്റർ പാൽ കിട്ടുന്ന പശുവുണ്ട്. ഇതിനെല്ലാം തീറ്റ ക്രമത്തിൽ എന്തെങ്കിലും വ്യത്യാസം? തീറ്റ ലിറ്ററിന് കണക്കാക്കി തന്നെയാണ് ചെയ്യുന്നത്. അതിപ്പം കേരള ഫീഡ്സാണ് കൊടുക്കുന്നത് പെല്ലറ്റായിട്ട്. അത് 1/2 കിലോ 1 ലിറ്റർ എന്ന കണക്കിൽ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന പരുത്തി പിണ്ണാക്ക്, ചോളപ്പൊടി, ഉഴുന്നുതൊലി, ഇതെല്ലാം ഒരു 200 ഗ്രാം വീതം ഒരു ദിവസം ചെലുത്താം. കാരണം അത് കൂടിക്കഴിഞ്ഞാലും കുഴപ്പമാണ്, ദഹനത്തിന് പ്രശ്നം കാണിക്കുന്നുണ്ട്. വൈക്കോലിൻ്റെ സ്ഥിതി? വൈക്കോലുണ്ട്. തീറ്റപ്പുല്ല് യഥാർത്ഥത്തിൽ ഇപ്പം നമുക്ക് ഒരു 50 ദിവസം തുടർച്ചയായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ തീരും. അത്രയേ ആയിട്ടുള്ളൂ. ഇതേവരെ 8 മാസമല്ലേ ആയുള്ളൂ. 1 ഏക്കറോളം ഉണ്ട്. ഉണ്ട്. 1 ഏക്കറിൽ കിട്ടുന്നതും ഇവർക്ക് 50 ദിവസം വെട്ടിക്കഴിഞ്ഞു. അന്നേരം പിന്നെ ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് വൈക്കോല് കൊടുത്താണ് നിൽക്കുന്നത്. ഈ 8 മാസത്തെ അനുഭവം കൊണ്ട് സാധാരണ ഏതൊരു സംരംഭവും വരും. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞൊരു 8 മാസം പിന്നിടുമ്പോൾ നമ്മളൊരു പാഠം പഠിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് പാഠമാണ് ഗിരീഷ് പഠിച്ചത്? നമ്മൾ എത്രത്തോളം അധ്വാനിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ആരോഗ്യവും സമ്പത്തും ലഭിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടിയത്. ഒരിടത്ത് ഇരുന്ന് വർക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നടന്ന് വർക്ക്. ഇരുത്തം ഇതിൽ പാടില്ല, നടത്തമാണ് ഇതിന് പ്രധാനം. തൊഴുത്തിലെ വളമുപയോഗിച്ച് കൃഷി ചെയ്യുന്ന മറ്റൊരിനമാണ് വഴുതന. വഴുതനയ്ക്കായി വാരം കോരിയാണ് കൃഷി. 1 അടി ഉയരത്തിൽ വാരം കോരി കൃത്യമായി മണ്ണിളക്കി ഡോളമൈറ്റ് വിതറും. മണ്ണിൻ്റെ അമ്ല ക്ഷാരനില നിജപ്പെടുത്താനാണ് ഇത്. 2 ആഴ്ച പിന്നിട്ടാൽ പിന്നീട് അടിവളം ചെയ്യാം. കാലിവളവും സ്ലറിയും കോഴിവളവും എല്ലുപൊടിയുമാണ് അടിവളം. തുടർന്ന് വഴുതന നടും. 100ഓളം മൂട് എപ്പോഴും ഉണ്ടാകും. കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഹരിതയാണ് പ്രധാന ഇനം. 45-ാം പക്കം തന്നെ പൂവിട്ട് 60-ാം പക്കം മുതൽ തന്നെ വിളവെടുപ്പ് തുടങ്ങാം. നന്നായി പരിപാലിച്ച് പ്രൂൺ ചെയ്താൽ 3 വർഷക്കാലം വിളവ് തരുന്ന വിളയാണ് വഴുതന. എപ്പോൾ വേണമെങ്കിലും വിറ്റ് കാശാക്കാം എന്ന പ്രത്യേകതയുണ്ട്. ഗിരീഷും ഭാര്യ ഷിബിയുമാണ് വഴുതനയുടെ പരിപാലകർ. വിളവെടുപ്പ് കൃത്യമായുണ്ട്. ആഴ്ചതോറും മുറവുമായി തോട്ടത്തിലെത്തി അവർ അത് കൊയ്തെടുക്കും. അപ്പോൾ തന്നെ വിപണി വിലയ്ക്ക് വിൽക്കുകയും ചെയ്യാം. കൃഷിസ്ഥലത്ത് കാട് വളരുന്നത് ഉചിതമല്ല. വളമൊക്കെയും അത് വലിച്ചെടുക്കും. കൃത്യമായി തന്നെ കാട് വെട്ടി അത് ഭദ്രമാക്കാൻ ദിനേശ് ഒപ്പം കൂടും. പൈക്കലുടെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന് വലിയ സ്ഥാനമുണ്ട്. നെടുമ്പനയിലെ വെറ്ററിനറി ഡോക്ടർ വിഷ്ണുദത്തിനാണ് അതിൻ്റെ ചുമതല. വിഷ്ണുദത്ത് കൗമുദി ടിവിയോട് പ്രതികരിച്ചു. വൃദ്ധി ഫാമിലെ സാങ്കേതിക സഹായം മൃഗസംരക്ഷണ വകുപ്പാണ് നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിജയമുണ്ട് എന്നാണ് ശ്രീ ഗിരീഷ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഡോക്ടറുടെ ഒരു മേൽനോട്ടം ഇവിടെ ഉള്ളതുകൊണ്ട് എന്തൊക്കെ വിജയങ്ങളാണ് ഈ ഫാമിനുണ്ടാകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ പുതിയ പദ്ധതിയായ സെക്സ് സോർട്ടഡ് സെമൻ നമ്മുടെ വൃദ്ധി ഫാമിൽ വളരെ ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുവഴി ഏകദേശം 4ഓളം പശുക്കൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്.
അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സെക്സ് ഓട്ടഡ് സെമൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്യുൽപാദന ശേഷിയുള്ള കാളകളുടെ ബീജം നമ്മുടെ നേറ്റീവ് ബ്രീഡ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുവഴി നമ്മുടെ നല്ല കിടാരികളെ നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പുറത്തുനിന്നുള്ള മറ്റ് കിടാരികളെക്കാൾ കുറച്ചുകൂടി ഇവിടെ മെച്ചപ്പെട്ട ഒരു കിടാരികളെ നമുക്കിവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സെക്സ് ഓട്ടഡ് സെമൻ ചെയ്യുമ്പോൾ അതായത് ലിംഗനിർണ്ണയം നടത്തിയ ബീജമാണ്, അതായത് അത് ഉപയോഗിച്ച് കുത്തിവെക്കുന്ന കുട്ടികളെല്ലാം തന്നെ പശുക്കിടാങ്ങളായിരിക്കും. അതെ, എല്ലാം കിടാരികളെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. നല്ല കിടാങ്ങളെ കിട്ടും. അപ്പോൾ ഇത് ഈ പശുക്കിടാങ്ങളെ ഇങ്ങനെ ലഭിക്കുമ്പോൾ ഇപ്പോൾ 8ഓളം പശുക്കളെ ബീജദാനം നടത്തി, അതിൽ 8ഉം ഗർഭധാരണം നടത്തി. അതെ സർ. അത് വലിയ വിജയമില്ലേ? 100%. അതെ. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേക ഫീസ് വല്ലതും ഈടാക്കുന്നുണ്ടോ? ഇത് നമ്മൾ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡും മൃഗസംരക്ഷണ വകുപ്പും ഒരുമിച്ച് നടത്തുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൽ ഈ കർഷകനിൽ നിന്നും നമ്മൾ 500 രൂപ ഈടാക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതിൽ ചെന പിടിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 500 രൂപ ഈ കർഷകന് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെയാണ്. അതെ, അതാണ് അതിൻ്റെ ഒരു കരാർ. അതെ. അഥവാ പിടിച്ചില്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കുന്നതാണ്. ഈ പശുക്കളുടെ ഇൻഷുറൻസ്, അതായത് അതിൻ്റെ ആകസ്മികമുണ്ടാകുന്ന അപകടങ്ങൾ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള മരണം, അത്യാഹിതങ്ങൾ, ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കിട്ടാനുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ട്. അത് ഈ ഫാമിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിലവിൽ ഈ നമുക്ക് അങ്ങനത്തെ ഇൻഷുറൻസ് കവറേജുകളൊന്നും നമുക്ക് ഈ വൃത്തി ഫാമിൽ നമുക്ക് ഇപ്പോഴില്ല. എന്നാൽ ഉടനെ തന്നെ നമ്മുടെ ഗവൺമെൻറ് സ്കീമിൽ ഇവർക്ക് ഒരു ഇൻഷുറൻസ് കവറേജ് നടപ്പാക്കി നൽകുന്നതായിരിക്കും. പൈക്കളുടെ ഫാമിന് ഒക്കെയും കാവൽക്കാരായി 3 നായ്ക്കളുണ്ട്. റോട്ട് വീലറും ജർമ്മൻ ഷെപ്പേർഡും ജർമ്മൻ സ്പിറ്റ്സുമാണ് അവർ. ജർമ്മനിയിലെ പ്രശസ്തമായ റോട്ട് വീലർ ക്രോധത്തിൻ്റെയും ക്രൗര്യത്തിൻ്റെയും പ്രതീകമാണ്. കള്ളന്മാരെ ഒരിക്കലും അകത്തേക്ക് വിടില്ല. റോട്ട് വീലറും ജർമ്മൻ ഷെപ്പേർഡും സ്പിറ്റ്സുമൊക്കെ വീട്ടിലുണ്ടെങ്കിലും അവയുടെ പരിപാലകർ മക്കളായ വിഘ്നേഷും വിശാലുമാണ്. അവരുടെ കൈകളിലെത്തുമ്പോൾ അവർ സൗമ്യരാണ്. എന്നാൽ രാത്രി 7 മണിയോടെ കൃഷിത്തോട്ടത്തിൻ്റെ കാവൽക്കാരായി നിൽക്കാൻ അവർക്ക് മടി ഏതുമില്ല. പ്രതിദിനം 105 ലിറ്ററോളം പാലാണ് വൃദ്ധി ഫാമിൽ നിന്ന് പുറത്തെത്തുന്നത്. ഒരു നാടിനെയാകെ പാൽ കുടിപ്പിക്കുവാൻ ഇപ്പോൾ വൃദ്ധി ഫാമുണ്ട്. ഗിരീഷ് പ്രതികരിച്ചു. ഗിരീഷ്, നേരത്തെ ഡ്രൈവിംഗ് സ്കൂൾ രംഗത്തു നിന്നൊക്കെ ഒരാൾ ഇങ്ങനെ ഫാമിംഗ് രംഗത്തേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യം. എങ്ങനെയാണ് അതിൻ്റെ ഒരു സഞ്ചാരം? എങ്ങനെയാണ് അത്? യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ തന്നെ പശു ഉണ്ട്. പക്ഷേ അത് ഓർമ്മയോ കാലം തൊട്ടേ ഉണ്ടെങ്കിലും അതിനെ ഈ ഒരു നിലയിലേക്ക് കൊണ്ടുവരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതെ. ഒറ്റയ്ക്കത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ജ്യേഷ്ഠൻ വിദേശത്തായിരുന്നു, എഞ്ചിനീയറാണ് അദ്ദേഹം, ദിനേശ് എന്നാണ് പേര്. അദ്ദേഹവും കൂടെ നാട്ടിലെത്തിയപ്പോൾ എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ച് സംയുക്തമായിട്ട് ചെയ്തു. പിന്നെ ഭൂമിയുടെ ഒരു അവസ്ഥ മാറിയിരുന്നു. റബ്ബർ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്നൊരു മാറ്റം വല്ലാതെ പ്രതീക്ഷിച്ചു. അങ്ങനെ അതും കൂടെ ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു രംഗത്തേക്ക് പൂർണ്ണമായിട്ടും എത്തിയത്. റബ്ബറൊക്കെ നഷ്ടമായിരുന്നു? നഷ്ടത്തിൻ്റെ അല്ല, നമ്മുടെ ഭൂമിയുടെ ഘടന തന്നെ മാറിപ്പോയി. അതെ, ഒരു പൂമ്പാറ്റ പോലും വരാതെ. അതെ, ഇല്ല, പ്രകാശമേ ഇല്ല. ആ ഒരവസ്ഥ വന്നിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു 8 മാസത്തിന് മുമ്പ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സംതൃപ്തി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആഹ്ലാദമാണോ അതേ സമ്പത്താണോ? രണ്ടും ഉണ്ടാവും. നഷ്ടമെന്ന് പറയാനില്ല. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. ആർക്കും അത് നഷ്ടം വരുത്തില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരുടെയും ഫുൾ ഫാമിലി ഇതിനകത്ത് അവധി ദിവസങ്ങളിൽ അവരെല്ലാവരും ഉണ്ടാവും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സജീവമായിട്ട് ഇതിനകത്ത് തന്നെ ഇത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണോ ആ സമയം തൊട്ട് ജോലി തീരുന്നത് വരെയും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. ഇതിലൊരു വിജയം എന്ന് പറയുന്ന കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഇപ്പോൾ ഇത് പൊതുവേ സാധാരണ ഈ പശു വളർത്തൽ എന്നൊക്കെ പറയുന്ന ഒരല്പം ക്ലേശകരമായൊരു ജോലിയായിട്ടാണ് പലരും കാണുന്നത്. ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാരെയൊക്കെ വിളിക്കുകയാണെങ്കിൽ ഇത് കഷ്ടപ്പാട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കണം, എങ്ങും പോകാൻ പറ്റില്ല, ഒരു കല്യാണത്തിനോ മരണത്തിനോ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എങ്ങും പോകാൻ പറ്റത്തില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ആ ഒരു ജീവികളെ വളർത്തുന്നതും അതിൽ നിന്ന് നമുക്കൊരു പ്രതിഫലം ഉറപ്പായിട്ടും കിട്ടും. ആ പ്രതിഫലവും കൂടെ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല, അവരെ തന്നെ. പിന്നെ പൂർണ്ണമായിട്ടും നമ്മുടെ മൃഗാശുപത്രിയുടെ സപ്പോർട്ട്, ഡോക്ടറുടെ സപ്പോർട്ട് വളരെ വലുതാണ്. രാവിലെ 4-നും ഉച്ചയ്ക്ക് 1 മണിക്കുമാണ് കറവ. വാക്യൂം സംവിധാനത്തിലാണ് കറവയന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുക.
ടീത്ത് കപ്പും പൾസേറ്ററുമൊക്കെ അണുനാശിനിയാൽ നേരത്തെ വൃത്തിയാക്കി വെക്കും. ഗിരീഷ് തന്നെയാണ് കറവയ്ക്ക് നേതൃത്വം നൽകുക. ക്ലസ്റ്റർ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ കറവ തുടങ്ങുകയായി. പാൽ ചുരത്തുന്ന ഹോർമോൺ എത്തിക്കഴിഞ്ഞാൽ 7 മിനിറ്റ് കൊണ്ട് തന്നെ കറവ പൂർണ്ണമായും സാധ്യമാക്കണം. 15 ലിറ്റർ പാൽ തരുന്ന പൈക്കളെ കറക്കുവാൻ കേവലം 5 മിനിറ്റ് മതി എന്നതാണ് കറവയന്ത്രത്തിൻ്റെ മേന്മ. സുതാര്യമായ ട്യൂബുകളിലൂടെ പാലൊഴുകി ക്യാനുകളിലേക്ക് എത്തുന്നത് കാണാം. പാൽ ശുദ്ധമായി വേണം ക്ഷീരസംഘങ്ങളിൽ എത്തിക്കുവാൻ. ക്യാനുകളിൽ എത്തുന്ന പാൽ വീണ്ടും അരിച്ച് ശേഖരിക്കും. അതിനൊക്കെയും ഗിരീഷ് നേതൃത്വം നൽകും. ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു വില പാലിനുണ്ടോ? യഥാർത്ഥത്തിലില്ല. വില കൂട്ടിക്കൂടി? നമുക്കതിനൊരു കഴിവില്ലല്ലോ. യഥാർത്ഥത്തിൽ കർഷകന് ആ കഴിവ് ഒരിക്കലും കിട്ടിയിട്ടില്ല. അല്ല, പ്രാദേശികമായിട്ട് പാൽ വിൽക്കുന്നുണ്ടല്ലോ, 15-20 ലിറ്റർ വിൽക്കുന്നുണ്ട്. ഉണ്ട്. അത് നമ്മൾ 55 രൂപയ്ക്ക് ഇപ്പം നിലവിലിവിടെ പ്രാദേശികമായിട്ട് ഇവിടെ വന്ന് മേടിക്കുന്നവരുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് നല്ല വില തന്നെയാണ്. ഈ വൃദ്ധി ഫാമിൻ്റെ പാലിന് ഒരു നല്ല അഭിപ്രായമുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് അഭിപ്രായം വന്നത്? അഭിപ്രായം വന്നത് പാലിൻ്റെ മേന്മ തന്നെയാണ്. കൊഴുപ്പ്, നല്ല പാല്. പിന്നെ ഉച്ചയ്ക്കലത്തെ പാലാണ് കൂടുതലും ഇവിടെ ചില്ലറ പോകുന്നത്. ഉച്ചതിനുള്ള പാല് കൊഴുപ്പുണ്ടാവുമെന്ന് ഉറപ്പാണ്. സാധാരണ ഇങ്ങനെ ഒരു ചെറുകിട സംരംഭമായി ആദ്യം തുടങ്ങുന്ന ആളുകൾ ഇത്രയും മെഷീൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതായത് ഇപ്പോൾ ധാരാളം കറവയന്ത്രമാണെങ്കിൽ അതുണ്ട്, ചാഫ് കട്ടർ ആണെങ്കിൽ അതുണ്ട്, ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് ബോളുണ്ട്, ഫാനുണ്ട്, ലൈറ്റുണ്ട്, സ്ലറി പമ്പുണ്ട് എന്ന് വേണ്ട എല്ലാ ഉപകരണങ്ങളും വെച്ചാൽ ചെയ്യുന്നത്. അതൊക്കെ സമാഹരിച്ചത്? അല്ലെങ്കിൽ തുടക്കത്തിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയൊന്നും? അത് സാറിനെ എനിക്കറിയാവുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടം തൊട്ടേ അറിയാം. സാറിൻ്റെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. അതെ, നമ്മുടെ ഹരിതസുന്ദരം പ്രോഗ്രാമിലൂടെ ധാരാളം അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, യന്ത്രവൽകൃത ഫാമിങ്ങിനെ കുറിച്ച് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അറിവ് വെച്ചിട്ടാണ് ഇത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ജ്യേഷ്ഠ എഞ്ചിനീയറിംഗ് അദ്ദേഹത്തിൻ്റെ അല്ല, ഇപ്പം ഇങ്ങനെയൊക്കെ ഇത്രയും ഉപകരണങ്ങളൊക്കെ യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ക്ലേശം ഇച്ചിരി കുറയുന്നതായിട്ട് പോകും. ഉണ്ട്. ഈ ഫാമുമായി ബന്ധപ്പെട്ട് മറ്റ് ജോലിക്കാരും തന്നെ ഇല്ല. കൃഷിയുടെ ആവശ്യത്തിന് ഒരാളേ ഉള്ളൂ, ബാക്കി ഞങ്ങൾ തന്നെയാണ്. അതാണ് എൻ്റെ ഈ ഉപകരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ്. ആ ഒരാൾ വേണം നമ്മുടെ കൂടെ. വൃത്തിയും വെടിപ്പും വളരെ പ്രധാനമാണ്. ഷിബിക്കാണ് അതിൻ്റെ ചുമതല. ഹോസുകളിൽ രാവിലെയും വൈകുന്നേരവും പൈക്കളെ നന്നായി കുളിപ്പിക്കുന്ന ചുമതല ഷിബി തന്നെ ഏറ്റെടുക്കും. നന്നായി പരിപാലിച്ചാൽ 8 മാസം കൊണ്ട് തന്നെ ലാഭത്തിലേക്ക് എത്തിക്കാവുന്ന പ്രസ്ഥാനമാണ് പശു വളർത്തൽ സംരംഭമെന്ന് സിബി പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇപ്പോൾ നമ്മുടെ ഈ അഭിമുഖമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ഒരുപക്ഷെ ഗിരീഷിനെയും ദിനേശിനെയൊക്കെ ഒന്ന് അനുകരിക്കണമെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇതുപോലൊരു ഫാം തുടങ്ങാം എന്ന് തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് നൽകാൻ കഴിയുന്നൊരു ഉപദേശം? അവരാദ്യം ഇത് പഠിക്കുക. ഒരു ദിവസമെങ്കിലും നമ്മുടെ ബന്ധു വീടുകളിലെങ്കിലും പശു ഉണ്ടാവും. അവിടെ അവരത് ചെയ്തിട്ടില്ലെങ്കിൽ അവരതിനെ കണ്ടും കേട്ടും അത് ചെയ്തും പഠിച്ചുകൊണ്ട് അത് പഠിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ മതി പശുവിനെ വളർത്തുന്നത് പഠിക്കാൻ. അതെ. കറവയും മറ്റു കാര്യങ്ങളും പഠിക്കുന്നതിന് അല്പം കൂടെ സമയം വേണം. അതിനെ പരിപാലനം എന്ന് പറയുന്നത് പഠിച്ചും കൊണ്ട് തുടങ്ങാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് യാതൊരു മിസ്റ്റേക്കും യഥാർത്ഥത്തിൽ വരത്തില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അടിസ്ഥാനപരമായ സൗകര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇനി ഇത് വികസിക്കാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ട്? ഉണ്ട്. എന്താണ് അത്? യഥാർത്ഥത്തിൽ നമ്മുടെ നെടുമ്പന മൃഗാശുപത്രിയിൽ നിന്ന് ഈ സെലക്റ്റീവ് സെമൻ കിട്ടുന്നുണ്ട്. മതലക്ഷണം കാണിക്കുന്ന പശുവിന് ലിംഗനിർണ്ണയം നടത്തിയ ബീജം. അത് ആണിപ്പം നിലവിലിവിടെ ചെയ്തിരിക്കുന്നത്. ഈ 8 മാസത്തിനിടയ്ക്ക് വെച്ച് എല്ലാ പശുക്കളെയും കൃത്രിമ ബീജസങ്കലനം നടത്തിക്കഴിഞ്ഞു. അതാണ് ചെയ്തിരിക്കുന്നത്. അത് അടുത്ത തലമുറ നമുക്ക് തന്നെ നമ്മുടെ കൈകളിലൂടെ തന്നെ കടന്നു വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതാണ് അതിൻ്റെ ഒരു വിജയം. അപ്പോൾ അങ്ങനെയെങ്കിൽ എത്ര പശുക്കളെ വരെ നിലനിർത്താൻ കഴിയും? ഇപ്പോഴത്തെ സൗകര്യം 16 പശുവിൻ്റെതാണ്. അത് നിലവിൽ ഈ കാണുന്ന ഇതിൽ തന്നെ 24 വരെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അത് പക്ഷേ കണ്ടാൽ തിരിച്ചറിയത്തില്ല. അത് സാറിന് ഒരു പക്ഷേ കണ്ടാൽ മനസ്സിലാവും. അതെ, 24 പശുക്കളെ വരെ നിർത്താൻ കഴിയും. 2 ഡസനോളം പശുക്കളെ നിർത്താൻ കഴിയും. അത് നമ്മുടെ വിഷ്ണുദാസ് സാറിനും അറിയാതെ. അപ്പോൾ ഇത് ഈ ഫാം ഇങ്ങനെ വലുതായി വരുമ്പോൾ അതിൻ്റെ ലാഭം പെരുകി വരുമെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ 8 പശുവിൽ നിന്ന് 80 പശുവിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ലാഭത്തിലേക്കുള്ള യാത്രയാണ്. ലാഭത്തിലേക്കുള്ള യാത്ര എന്ന് മാത്രം നമ്മൾ കണക്കൂട്ടുണ്ട് ഒരിക്കലും. അല്ല, ഇതിന് അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശം തുല്യമല്ലേ?
ആണ് 8 പശു ആയാലും 80 പശു ആയാലും എല്ലാം ഒരേ ക്ലാസ് തന്നെയാണ്. ക്ലാസ് തന്നെ. പക്ഷേ അപ്പോൾ ലാഭം കൂടത്തില്ലേ? ലാഭം കൂടുമ്പോഴും അവരെ ഓരോ ദിവസവും അവരുടെ ഫുഡ് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് ഈ കിട്ടുന്ന ലാഭവും കൂടെ ഒരു പക്ഷേ പോയേക്കാം. അങ്ങനെ അത്രയ്ക്ക് മുന്നോട്ട് പോയ എണ്ണം. അപ്പോൾ ഇതിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറാവും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും വിജയം ഉറപ്പാണ്. വിജയത്തിന് കുറുക്ക് വഴികളില്ല. അധ്വാനത്തിൻ്റെ പാരാവാരങ്ങൾ നീന്തിക്കടന്നേ ആ വിജയത്തിലെത്താനാവും. അത് തെളിയിക്കുന്നുണ്ട് ഗിരീഷും ദിനേശും. നേരാം ഭാവുകങ്ങൾ.